അപ്പോഴാണ് മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നത്. ഹരി ഞെട്ടിക്കൊണ്ട് ഹാളിലേക്കോടി ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. കാറിൽ നിന്ന് ഇറങ്ങി മുണ്ട് മടക്കിയെടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു വരുന്ന രാമച്ചനെ കണ്ട് ഹരി തറഞ്ഞു നിന്നു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. സ്റ്റെയറിനടുത്ത് കിടന്ന് ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി പിടയുന്ന അച്ചുവിനെ അവനൊന്ന് നോക്കി. പിന്നെ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. ഡാ മതി, അവൾ ഇവിടെ കിടക്കട്ടെ, പുറത്താരോ വന്നിട്ടുണ്ട്. വാ, ഫ്രെഡി നമ്മുടെ കാറ് റോഡിനടുത്ത് കൊണ്ടിട്ടിട്ടുണ്ട്, വേഗം വാ. കൂടെയുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഹരി അടുക്കള ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ നേരം രാമച്ചൻ ഫ്രണ്ട് ഡോറിൽ മെല്ലെ ഒന്ന് തട്ടി. അത് താനേ തുറന്നു. അയാൾ മുഖം ചുളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സ്റ്റെയറിനരികിൽ കിടന്ന് പിടയുന്ന അച്ചുവിനെ കണ്ട് അയാൾ സ്തംഭിച്ചു നിന്നുപോയി. പിന്നെ അവൾക്ക് അടുത്തേക്ക് പാഞ്ഞു. മോളെ അച്ചു, ഉറക്കെ വിളിച്ചുകൊണ്ട് അയാൾ അവളെ വാരിയെടുത്തു. കണ്ണാ, ഡാ അപ്പു, അപ്പു. ചുറ്റും നോക്കി അയാൾ ഉറക്കെ വിളിച്ചു. മുഖത്തേക്ക് ശക്തിയിൽ ആരോ വെള്ളമൊഴിച്ചപ്പോൾ ബദ്രി മയക്കത്തിൽ നിന്നുണർന്നു. കണ്ണു തുറക്കാൻ വയ്യ. ബ്രേക്ക് കിട്ടാതെ പാഞ്ഞു പോകുന്ന ജിപ്സിയെ കൺട്രോൾ ചെയ്യാൻ അവൻ പാടുപെടുന്നത് ഓർത്തു. ജിപ്സി സൈഡിലേക്ക് വെട്ടിച്ചതും മുന്നിലുള്ള മതിലിൽ ചെന്നിടിച്ചതും മാത്രമാണ് ഓർമ്മയുള്ളത്. കണ്ണുകൾ തുറക്കാൻ വല്ലാത്ത ഭാരം തോന്നി ബദ്രിക്ക്. തലയ്ക്ക് വല്ലാത്ത പെരുപ്പ്. അവൻ മെല്ലെ കണ്ണു തുറന്നു. വേദന കൊണ്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. കൈകൾ അനക്കാൻ പറ്റുന്നില്ല. കൈയും കാലും ബന്ധനത്തിലാണ്. കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് തന്നെ വിജയഭാവത്തിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മോഹനെയാണ്. അയാളെ ഒന്ന് നോക്കിയവൻ ചുറ്റും നോക്കി. നല്ല പരിചയമുള്ള സ്ഥലം. ഒന്നുകൂടെ ഓർത്തപ്പോൾ മനസ്സിലായി ദത്തൻ്റെ റിസോർട്ട് പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആണെന്ന്. എങ്ങനെയുണ്ട് ബദ്രി, വേദന കുറഞ്ഞോ? പരിഹാസത്തോടെയുള്ള ചോദ്യം കേട്ട് ബദ്രി അയാൾക്ക് നേരെ മിഴികൾ പായിച്ചു. നിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് ബദ്രി. അന്നേ ഞാൻ പറഞ്ഞതല്ലേ എന്നോട് കളിക്കണ്ടാന്ന്. നിന്റെ അച്ഛനെ പോലെ ചുമ്മാ പേടിപ്പിച്ചു വിടുന്ന ആളോ അല്ലെങ്കിൽ ഹരിയെപ്പോലെ പേടിച്ചു നിൽക്കുന്ന ആളോ അല്ല ഞാൻ. ചോര കണ്ട് അറപ്പ് തീർന്നതാ. അയാൾ വല്ലാതൊരു ചിരിയോടെ പറഞ്ഞു. ബദ്രി ഒന്ന് പുച്ഛിച്ചു. അച്ചുവാണ് മനസ്സ് നിറയെ. അവൾക്കെന്തേലും പറ്റിക്കാണുമോ? ആ ചിന്തയിൽ അവൻ്റെ ഉള്ളം വിറച്ചു. നിന്റെ അച്ചുവിനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്, ഇപ്പോൾ ഇങ്ങോട്ടെത്തും. അവൻ്റെ നെറ്റിയിലേക്ക് വീണ മുടിയിഴകളെ മാടി ഒതുക്കി. ഡാ, ബദ്രി ഇരുന്നിടത്ത് നിന്ന് കുതറികൊണ്ട് അലറി. ഹാ, നീ ഇപ്പോൾ തന്നെ ചൂടാവല്ലേ? ആ കൊച്ചിന് ഫിറ്റ്സുള്ള കാര്യം ഞാൻ മറന്നിരുന്നു. ദേ, ഇപ്പോൾ വിളിച്ചു പറയുന്നു അവൾ അവിടെ കിടന്ന് പെടയുവാണെന്ന്. അത് കേട്ടതും ബദ്രിയുടെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ ഒഴുകിയിറങ്ങി. അവൾക്ക് എന്തെങ്കിലും പറ്റിയ കൊന്നുകളയും ഞാൻ. ദേഷ്യം കൊണ്ട് വാക്കുകൾക്ക് വല്ലാത്തൊരു കടുപ്പമായിരുന്നു. അച്ചുവിനെ ഓർത്ത് അവൻ്റെ നെഞ്ചു പിടഞ്ഞു. പാവം, അവൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എൻ്റെ കുഞ്ഞ് അപ്പു. വീണ്ടും വീണ്ടും അവൻ്റെ ഹൃദയം പൊള്ളിപ്പിടഞ്ഞു. നാട്ടിലിവൾക്ക് ഒരു മറ്റവനുണ്ടായിരുന്നു. അവനെ അവളുടെ മുന്നിലിട്ട് കൊന്നപ്പോഴും അവൾക്ക് ആ പിടച്ചിലുണ്ടായിരുന്നു, ശ്വാസം കിട്ടാതെ. വായിൽ നിന്ന് പതയൊക്കെ വന്ന് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയാകും അപ്പോൾ, ജീവന് വേണ്ടി. കേൾക്കാൻ ശക്തിയില്ലാതെ ബദ്രി മുഖം വെട്ടിച്ചു. കൈകളിലെ കെട്ടഴിക്കാൻ നോക്കി. ധൃതി കൂട്ടല്ലോ ബദ്രി, നിന്റെ അച്ചു ഇപ്പോൾ വരും. ജീവനോടെയാണോ അല്ലേ എന്നൊന്നും പറയാൻ പറ്റൂല, എന്നാലും വരും. നിന്നെ ഞാൻ കാണിക്കും. അഴിച്ചു വിടടാ, ബദ്രി അലറി. ചങ്ക് പൊട്ടും വിധം അലറി. വിടാം, അഴിച്ചുവിടാം. അവരിങ്ങ് വന്നോട്ടെ. എന്നോട് കളിച്ചാ എങ്ങനെയിരിക്കുമെന്ന് നീ അറിയണം. ഇതിപ്പോ നിനക്ക് മാത്രല്ല, വേറെ ഒരാൾക്കും കൂടാ. ഡാ മാനേജറെ, അയാളെ ഇങ്ങ് കൊണ്ടുവാ. മോഹൻ വാതിൽക്കിലേക്ക് നോക്കി പറഞ്ഞു. ബദ്രിയുടെ കണ്ണുകളും അങ്ങോട്ട് പാഞ്ഞു. എല്ലും തോലുമായ ഒരു മനുഷ്യനെ ആരോ മോഹന്റെ കാൽച്ചുവട്ടിൽ തള്ളിയിട്ടു. ബദ്രി അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മാസങ്ങൾക്ക് മുന്നേ തൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്നുപെട്ട ഒരു വൃദ്ധനെ അവൻ ഓർത്തെടുത്തു. ബദ്രിയുടെ കണ്ണുകളിൽ ദയനീയത നിറഞ്ഞു. ദേ, ഇയാളെ നിനക്കറിയില്ലല്ലോ. പറഞ്ഞു വരുമ്പോൾ രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാ, അമ്മായിയച്ഛനും മരുമോനും അല്ലേ ശേഖര? മോഹൻ പൊട്ടിച്ചിരിച്ചു. ബദ്രി വിശ്വസിക്കാനാകാതെ ശേഖരനെ നോക്കി. അച്ചുവിൻ്റെ അച്ഛൻ. ശേഖരനും ഞെട്ടിക്കൊണ്ട് ബദ്രിയെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കേട്ടോ ശേഖര, ഞാൻ ബദ്രിയോട് പറയുകയായിരുന്നു അച്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന്. ജീവനുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നില്ല കേട്ടോ. കേൾക്കാൻ ഇഷ്ടമില്ലാതെ ബദ്രി മുഷ്ടി ചുരുട്ടി പിടിച്ചു. നിന്റെ മരുമകന് എന്നെക്കുറിച്ച് വലിയ പിടുത്തമില്ല. എല്ലാം ഞാനങ്ങ് മറന്നു കളയുമെന്ന് വിചാരിച്ചു കാണും അല്ലേടാ? അത് കേട്ടതും ബദ്രി അയാളെ തുറച്ചു നോക്കി. ധൈര്യമുണ്ടേൽ എന്നെ അഴിച്ചു വിട്ടിട്ട് ഡയലോഗ് അടിക്കടാ. പറഞ്ഞു തീർന്നതും മോഹൻ ദേഷ്യത്തിൽ ചാടി എണീറ്റ് അവൻ്റെ മുഖത്തെ കടിച്ചു. അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ബദ്രി ഇരുന്ന കസേരയുടെ പുറകിലേക്ക് വീണു. മോഹൻ അവന് നേരെ പാഞ്ഞു ചെന്ന് അവൻ്റെ കെട്ടഴിച്ചു കൊടുത്തു. പൊടുന്നനെ അവൻ്റെ മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ബദ്രി നിലത്ത് വീണ് കിടന്നു. എഴുന്നേൽക്കും മുന്നേ മോഹൻ അവൻ്റെ നെഞ്ചിൽ കാലുയർത്തി ചവിട്ടി. അവൻ്റെ വായിൽ നിന്ന് രക്തം പൊടിഞ്ഞു. അവൻ്റെ വേദന കണ്ട് അയാൾ രസിച്ചു.
നിലത്ത് വേദന കൊണ്ട് പുളയുന്ന ബദ്രിയെ അയാൾ ചവിട്ടിക്കൊണ്ടിരുന്നു. മറ്റെല്ലാം മറന്നു, കൊല്ലാനുള്ള വ്യഗ്രത. ഹരിയെ ഞാൻ കാത്തു നിൽക്കുന്നില്ല. എഴുന്നേൽക്കാൻ കഴിയാതെ നീ ഇവിടെ കിടന്ന് നിരങ്ങണം. ക്രൂരമായി ചിരിച്ചുകൊണ്ട് അയാൾ വീണ്ടും കാലുകൾ ഉയർത്തി. ആ മോഹന്റെ അലർച്ച കേട്ടതും ബദ്രി ഇറുക്കിയടച്ച കണ്ണുകൾ തുറന്നു. അയാളുടെ നെഞ്ചിനു താഴെ പുറത്തേക്ക് തറഞ്ഞു കയറിയിരിക്കുന്ന കൂർത്ത അഗ്രമുള്ള ദണ്ട് കണ്ട് ബദ്രി ഒന്ന് വിറച്ചു. പുറകിലേക്ക് നീങ്ങി. ആ ദണ്ട് വീണ്ടും തറഞ്ഞു കയറി. മോഹന്റെ കണ്ണുകൾ തുറിച്ചു വന്നു. ബദ്രി നെഞ്ചിടിപ്പോടെ പുറകിലേക്ക് നോക്കി. മോഹന്റെ പുറകിലിരുന്ന് ഇരുമ്പുതണ്ട് കുത്തിയിറക്കിക്കൊണ്ട് നിൽക്കുന്ന ശേഖരനെ കണ്ട് അവൻ തലക്ക് കൈകൊടുത്തു. മോഹൻ പിടഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. ബദ്രി ശേഖരനെ നോക്കി. ആ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ബദ്രി അയാളെ നോക്കി. പൊക്കോ, ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ പൊക്കോ. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. പൊക്കോ, അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു. ബദ്രി അലിവോടെ അയാളെ നോക്കി. പൊക്കോ മോനെ. ആ കണ്ണുകളിൽ അവനോടുള്ള വാത്സല്യം നിറഞ്ഞു. ഒരു നേരത്തെ അന്നം വാങ്ങിത്തന്നവനാണ്, കൈനിറയെ കാശ് വെച്ച് തന്നവനാണ്. ഇനിതാ അറിയുന്നു തൻ്റെ മകളുടെ ഭർത്താവാണെന്ന്. ആ അച്ഛൻ്റെ മനസ്സിൽ ആശ്വാസം നിറഞ്ഞു. ഞാൻ കൊണ്ടുപോകാം. ബദ്രി നിലത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റ് അയാൾക്ക് നേരെ കൈനീട്ടി. വേണ്ട, പൊക്കോളൂ, വയ്യ ഇനി, പൊക്കോ. ബദ്രി അയാളെ ഒരിക്കൽ കൂടെ നോക്കി. പിന്നെ റൂമിലെ മറ്റൊരു വാതിലൂടെ പുറകിലേക്ക് നടന്നു. അവിടെ വന്ന കാറ് നോക്കി. അച്ചു അവരുടെ കൂടെ ഇല്ല. എന്തു പറ്റി കാണും? അവർ അവിടെ ഉപേക്ഷിച്ച് കാണുമോ? അരുതാത്തതൊന്നും സംഭവിക്കരുത്. അവൻ അവിടെ നിന്ന് എങ്ങനെയോ ഇറങ്ങി. അവിടെ കിടന്ന ഒരു ബൈക്ക് കണ്ടു. ആരുടെയോ ആണ്. അതിൽ കീ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല. അതിൽ കയറി വീട്ടിലേക്ക് കുതിച്ചു. അച്ചുവിൻ്റെ കരച്ചിൽ കാതിൽ മുഴങ്ങി കേൾക്കും പോലെ. വീട്ടിലെത്തിയതും ബൈക്ക് ഓഫാക്കുക പോലും ചെയ്യാതെ ചാടിയിറങ്ങി അകത്തേക്കോടി. അപ്പു, അച്ചു ഉറക്കെ വിളിച്ചു. ഹാളിൽ രക്തം കണ്ടതും ശ്വാസം നിന്ന പോലെ ഒരു നിമിഷമായി. അവിടെയെല്ലാം ഓടി നടന്നു നോക്കിയവൻ. കണ്ടില്ല. ഭൂമി പിളർന്നു പോകും പോലെ തോന്നിയവന്. തലമുടിയിൽ കോർത്തു പിടിച്ചവൻ ചുമർ ചാടി നിന്നു. അപ്പുവിൻ്റെ ഫോൺ തിരഞ്ഞു നോക്കി. കണ്ടില്ല. ലാൻഡ് ഫോൺ എടുത്ത് അവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. രക്ഷപ്പെട്ടിട്ടുണ്ടാവണേ. അവൻ്റെ ഹൃദയം മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഹലോ. മറുവശത്ത് നിന്ന് രാമച്ചൻ്റെ ശബ്ദം. ബദ്രിയെ പ്രതീക്ഷയോടെ നിശ്വസിച്ചു. രാമച്ച, അച്ചു, എൻ്റെ അപ്പു, കുഞ്ഞ്. അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയി. ബദ്രി, എവിടെയായിരുന്നു നീ? വേഗം കിങ്സ് ഹോസ്പിറ്റലിലേക്ക് വാ. അത് കേട്ടതും ഫോൺ അവിടെ ഇട്ടവൻ പുറത്തേക്ക് ഓടി. കണ്ണേട്ടാ. ഹോസ്പിറ്റലിൽ വരാന്തിലൂടെ ധൃതിയിൽ നടന്നു വന്ന ബദ്രിയുടെ അടുത്തേക്ക് അപ്പു ഓടിച്ചെന്നു. അവനെ വട്ടം ചുറ്റിപ്പിടിച്ചു. ബദ്രി അവനെ ചേർത്ത് പിടിച്ചു. നെറുകയിൽ ഉമ്മ വെച്ചു. അപ്പു മുഖമുയർത്തി അവനെ നോക്കി. മുഖത്തും നെഞ്ചിലും മുറിവുകളുണ്ട്. കണ്ണേട്ടാ, അച്ചുമ്മ. അപ്പു കരഞ്ഞു. ഒന്നുമില്ലടാ, വാ. അവനെയും ചേർത്ത് പിടിച്ച് നടക്കുമ്പോഴും ബദ്രി കിതക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇച്ചുവും ശങ്കറും രാമച്ചനും ഉണ്ടായിരുന്നു. പാറുക്കുട്ടി ഇച്ചുവിൻ്റെ നെഞ്ചിൽ മയങ്ങിക്കിടക്കുവാണ്. രാമച്ച, എൻ്റെ അച്ചു. അവൻ നെഞ്ചിടിപ്പോടെ തിരക്കി. ഒന്നും പറയാനായിട്ടില്ല, രാമച്ചൻ ദയനീയമായി പറഞ്ഞു. ബദ്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. ജീവൻ പോകുന്നത് പോലെ. ഐസിയുവിൻ്റെ ഡോറിലൂടെ അവൻ അകത്തേക്ക് നോക്കി. ശ്വാസത്തിന് വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ടവൾ. എത്ര നേരം നോക്കി നിന്നതറിയില്ല. അവൻ്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു. പാറുകുട്ടിയെ ഇച്ചുവും ശങ്കറും മാറി മാറി കൊണ്ടു നടക്കുന്നുണ്ട്. ഐസിയുവിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിൽക്കുന്ന ബദ്രിയെ അപ്പു ചെന്ന് ചുറ്റിപ്പിടിച്ചു. ആ ഹരിയ കണ്ണേട്ട, നമ്മുടെ അച്ചുമ്മയെ. അപ്പു സങ്കടത്തോടെ പറഞ്ഞു. ബദ്രി അവനെ അടർത്തി മാറ്റി. അതേ കണ്ണേട്ട, എനിക്ക് പേടിയായി. രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. ബദ്രി അവനെ ചേർത്ത് പിടിച്ചു. പിന്നെ എന്തോ ഓർത്ത പോലെ അവനെ മാറ്റി നിർത്തി പുറത്തേക്ക് നടന്നു. എല്ലാവരും അവൻ പോകുന്നത് നോക്കിയിരുന്നു. ബുള്ളറ്റ് മുന്നോട്ട് പായുമ്പോൾ മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. മഴയെ വകവയ്ക്കാതെ അവൻ മുന്നോട്ട് കുതിച്ചു. ഇതേ സമയം ദത്തന് വയ്യാതെയായി എന്ന് അറിഞ്ഞു ഹോസ്പിറ്റലിൽ വന്ന നയനയെ കൂട്ടാൻ വന്നതായിരുന്നു ഹരി. വീട്ടിലേക്കുള്ള യാത്രയിൽ നയന അവൻ്റെ പതിവില്ലാത്ത വെപ്രാളം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ചോദിക്കാൻ പോയില്ല. ചോദിച്ചാലും ഉത്തരം കിട്ടില്ല. അച്ഛനെ കുറിച്ച് പോലും ചോദിക്കാത്തത് അവൾക്ക് അതിശയമായിരുന്നു. വീട്ടിലെത്തിയതും ഹരി ഓഫീസ് റൂമിലേക്ക് കയറി. വാതിൽ തുടരെയുള്ള മുട്ടുകെട്ട് നയന ഒന്ന് സംശയിച്ചു. നേരം 12 മണിയോടടുക്കുന്നു. ഈ പാതിരാത്രി ആരാണ്? അവൾ രണ്ടും കൽപ്പിച്ച് ചെന്ന് ഡോർ തുറന്നു. ബദ്രി. മഴയിൽ നനഞ്ഞ് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ബദ്രിയെ അവൾ അതിശയത്തോടെ നോക്കി. അവൻ അവളെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി. ഹാളിലേക്ക് വന്ന ഹരി അവനെ കണ്ടതും പകച്ചു. ബദ്രി ഒറ്റ കുതിപ്പിന് അവൻ്റെ കഴുത്തി പിടിച്ചു. ഞാൻ അങ്ങ് ചത്തുപോയെന്ന് കരുതിയോടാ. ബദ്രി അലറി. അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് മുറ്റത്തേക്ക് തള്ളിയിട്ടു. ഹരി ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. അപ്പോഴേക്കും ബദ്രി അവനെ ചവിട്ടി താഴെയിട്ടിരുന്നു. കൊല്ലും ഞാൻ നിന്നെ. അവൻ്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് ബദ്രി പുലമ്പി. ഹരി അവനെ തള്ളി മാറ്റി.
വർദ്ധിച്ച ദേഷ്യത്തിൽ ബദ്രി അവൻ്റെ കൈ പിടിച്ച് തിരിച്ചു. ദേഷ്യം, വെറുപ്പ്, അറപ്പ് അതുമാത്രമേ അവനെ ഭരിച്ചിരുന്നുള്ളൂ. നയന ഉറക്കി കരയുന്നുണ്ട്. മഴയുടെ ശബ്ദത്തിൽ അവളുടെ കരച്ചിൽ മുങ്ങിപ്പോയി. ബദ്രി അവിടെ ഉണ്ടായിരുന്ന പൂച്ചട്ടിയെടുത്ത് ഹരിയുടെ കാലിലേക്ക് ഇട്ടു. ഹരി അലറി. ഭ്രാന്തി പിടിച്ചവനെ പോലെ ബദ്രി അവനെ തല്ലിക്കൊണ്ടിരുന്നു. കാലുമടക്കി ഒടിച്ചു. കയ്യിൽ കിട്ടിയ വടിയെടുത്ത് പൊതിരെ തല്ലി. അനുഭവിച്ച വേദന മുഴുവൻ വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് തികട്ടി വന്നു. ഹരി തളർന്നിരുന്നു. കയ്യും കാലും വേർപ്പെടും പോലെ വേദന. ബദ്രി അവൻ്റെ കൈ പിടിച്ച് തിരിച്ചു. കാലിൽ ആഞ്ഞു ചവിട്ടി. എൻ്റെ അച്ഛനെ നീ! ബദ്രി അവനെ നോക്കി അലറി. വലിയൊരു പൂച്ചട്ടിയെടുത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഹരിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. നയന മഴയിലേക്ക് ഇറങ്ങി ഓടി. വേണ്ട ബദ്രി, അവൾ അവനെ പിടിച്ചു വെച്ചു. മാറി നിൽക്കടി! ബദ്രി അവളെ കുടഞ്ഞ് തള്ളി മാറ്റി. ഹരിയുടെ തലയ്ക്ക് മേലിടാൻ അവൻ ആഞ്ഞു. നയന അവൻ്റെ കാലിൽ വീണു. വേണ്ട ബദ്രി, ഒന്നും ചെയ്യരുത് പ്ലീസ്, എൻ്റെ കുഞ്ഞ്! അവളുടെ വയറിൽ കൈവച്ചു. ബദ്രി ഒരു നിമിഷം നിന്നു. ദേഷ്യം ചുടുലാവയായി ഒലിച്ചിറങ്ങി. ചട്ടി അവൻ താഴേക്കിട്ടു. ചിലർക്ക് മുന്നിൽ ദുർബലനായി പോകുന്നു. ആരുടെയും കണ്ണുനീർ കാണാൻ വയ്യ. ബദ്രി വീണ്ടും ദേഷ്യത്തിൽ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഒടിഞ്ഞ ഹരിയുടെ കാലിൽ ആഞ്ഞു ചവിട്ടി. എനിക്ക് ജീവിക്കണം, എൻ്റെ പെണ്ണിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ. കാലിൽ വീണ നയനയെ മാറ്റി ഹരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും തല്ലി. മുഷ്ടി ചുരുട്ടി മൂക്കിനിടിച്ചു. ബദ്രി പ്ലീസ്! നയന മുഖം പൊത്തി ഉറക്കി കരഞ്ഞു.